പിന്നെ അവരുടെ ടൈം പറയും. അപ്പോൾ ആ ടൈമിലാണ് കത്തിച്ച് തുടങ്ങേണ്ടത്. ഞങ്ങൾ പ്ലാൻ ചെയ്തിടുന്നതല്ല, പക്ഷെ എങ്ങനെയായാലും കറക്റ്റ് ഞങ്ങൾ അവസാനം കറക്റ്റ് ഇതേപോലെ എന്തെങ്കിലും മാച്ചിങ് കളർ തന്നെ വന്നെത്തും. ദീപാരാധനയ്ക്ക് മുമ്പ് കത്തിച്ച് തീരണം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവരോട് വന്നിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കത്തിക്കാൻ നേരത്ത് കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ ഇന്ന് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ നടത്തുന്ന ചുറ്റുവിളക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടെമ്പിൾ വിസിറ്റ് ഈവനിങ് എങ്ങനെയുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ കാണാം. ഗൈസ്, ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഞങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുന്നതിന് മുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷമ സാഹചര്യങ്ങൾ ഉണ്ടായാലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല കാര്യം നടന്നിട്ട് അതിന് നന്ദി പറയാനായിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും ഓടി വരുന്നത് ഈ ഒരു അമ്പലത്തിലോട്ടാണ്. കാരണം ഇവിടുത്തെ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്, മനസ്സിന് ഒരു സന്തോഷമൊക്കെ കിട്ടും. അത് മാത്രമല്ല ഒരു ധൈര്യം നമുക്ക് കിട്ടും. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പൊക്കെ നീ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇതുവരെ ബാക്കി കുറേ ആൾക്കാരും കൂടെ വരും. ഇത് കാരണം തീരണമല്ലോ, ദീപാരാധനയ്ക്ക് മുമ്പ് കത്തിച്ച് തീരണം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവരോട് വന്നിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ അവർ വരാനും സെറ്റ് ചെയ്യാനും ഒക്കെ വെയിറ്റ് ചെയ്യാം. പിന്നെ അവരുടെ ടൈം പറയും. അപ്പോൾ ആ ടൈമിലാണ് കത്തിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ സാരി നീരജയുടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിടുന്നതല്ല, പക്ഷെ എങ്ങനെയായാലും കറക്റ്റ് ഞങ്ങൾ അവസാനം കറക്റ്റ് ഇതേപോലെ എന്തെങ്കിലും മാച്ചിങ് കളർ തന്നെ വന്നെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തിക്കാൻ നേരത്തെ കാണാം. നമ്മളിവിടെ ചുറ്റുവിളക്ക് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസം ഇവിടെ ഡേറ്റ് അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എൻക്വയറി നടത്തി ഡേറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്നാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് ആ ദിവസം രാവിലെ തന്നെ ഇവർ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവരത് ഫുള്ള് ക്ലീൻ ചെയ്ത് എണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കും. നമ്മളെ കത്തിക്കാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരോ വിളക്കായിട്ട് കത്തിച്ചു തുടങ്ങി. നമ്മൾ ആദ്യം കത്തിക്കുന്ന വിളക്കെന്ന് പറയുന്നത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് തിരുമേനി കത്തിച്ചു തരുന്നൊരു വിളക്കാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. ആ വിളക്കാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത്. ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്ന് കത്തിച്ചില്ലേ ആ വിളക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോരോ വിളക്കായിട്ട് ഇങ്ങനെ കത്തിച്ച് വരും. അപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു. കാരണം നമുക്ക് ദീപാരാധനയ്ക്ക് മുമ്പ് കത്തിച്ച് തീർക്കണമല്ലോ. ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിലെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അടിപൊളി ഫീലാണ്. ആൻഡ് അത് മാത്രമല്ല, ഈ വിളക്കെല്ലാം കൂടി ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഐശ്വര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിക്കാനായിട്ട് അച്ഛനും അമ്മയും ഞാനും അനിയത്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ഒരു 3-4 പേരും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്കിനി ഫുള്ള് കത്തിച്ചിട്ട് കണ്ടാലോ. അകത്ത് ഫുള്ള് കത്തിച്ചു കഴിഞ്ഞു. ഞാൻ കണ്ടോ എന്ത് ഭംഗിയാ നോക്കി. അതിങ്ങനെ ഫൈനലി ഫുള്ളായിട്ട് കത്തി നിൽക്കുന്ന കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ അകത്തെ വിളക്കിന് തിരി കത്തിച്ചിട്ട് പുറത്തൊരു ആൽമരമുണ്ട്, അതിന്റെ ഫ്രണ്ടിലൊരു വിളക്കുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം കത്തിക്കണം. അതിനുശേഷം പുറത്തുള്ള ബാക്കി സ്ഥലങ്ങൾ കത്തിക്കണം. പിന്നെ നമുക്ക് അവിടെ ഒരു അയ്യപ്പന്റെ പ്രതിഷ്ഠയുണ്ട്, അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം കൊണ്ടുപോയി കത്തിക്കണം. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ദീപാരാധന ഉണ്ട്. അപ്പൊ അതും കൂടെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവിളക്ക് കംപ്ലീറ്റ് ആവും. ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. జాలి తెలిసి
ചുറ്റുവിളക്കൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ആ പ്രസാദമൊക്കെ കിട്ടിയാൽ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. ഈ പടി ഇറങ്ങാനായിട്ട് കുറച്ച് പാടാണ്, കാരണം ഇത് ഭയങ്കര വലിയ പടിയാണ്. ആക്ച്വലി ഇത് ആനയ്ക്ക് കയറാനും ഇറങ്ങാനും വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന പടിയാണ്, അതുകൊണ്ടാണ് ഇത്ര വലിപ്പം. ഇനി നമ്മൾ എന്താണെങ്കിലും കുറച്ചേരം ഇരുന്നിട്ടേ പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. ചുറ്റുവിളക്ക് എത്തിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, എല്ലാം നല്ലോണം കത്തി നിൽക്കുന്നു. അതെ, കാറ്റൊന്നുമില്ലേ, ചെറിയ കാറ്റൊന്നുമില്ലേ, നല്ല രീതി കത്തി. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണ്. എനിക്കും അതില്ലമ്മ, അത് ചന്ദനമാ. എങ്ങനെയുണ്ടായിരുന്നു നീരജ്? നല്ലോണം കത്തി അല്ലേ? നല്ലോണം നാണഞ്ഞൊന്നും പോയില്ല. അതൊന്നും ഇപ്പൊ നോക്കി ഒരു തണുപ്പുണ്ട്, പക്ഷെ കാറ്റൊന്നുമില്ല, വലിയ മറ്റേ വിളക്ക് അണയാനും മാത്രമുള്ള കാറ്റൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ഇരുന്ന് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകും. അപ്പം എല്ലാം സക്സസ്, ഫുൾ ഹാപ്പി. ഇത് കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഒരാളുണ്ട്, വെണ്ണ കഴിക്കാനായിട്ട്. അവിടെ ഒരാൾ ഈഗർലി വെയിറ്റിംഗ് ആണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. രാത്രി അമ്പലം കാണാനും നല്ല ഭംഗിയാണ്, ഭയങ്കര സമാധാനം, ശാന്തത. കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് മൊത്തം ആളായിരിക്കും. കൊല്ലംപുരത്തിൻ്റെ വ്ളോഗ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് നമുക്ക് ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്തവണ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് എടുത്ത് വീഡിയോയിലൊക്കെ ഇടണം. അങ്ങനെ ചുറ്റുവിളക്ക് കത്തിച്ച് നമ്മളിതാ തിരിച്ചു പോവാണ്. നമ്മൾ മസാല ദോശ കഴിക്കാനായിട്ട് കോളേജ് ജംഗ്ഷനിൽ വന്നേക്കാണ്. നീരജ്, മസാല ദോശയെ പറ്റി എന്താണ് അഭിപ്രായം? മസാല ദോശ എന്ന് പറയുന്നത് ദോശയ്ക്കകത്ത് മസാല വെച്ച് വരുന്നതാണ് മസാല ദോശ. അതെയോ? യെസ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ കൊടുക്കാം. പിന്നെ സാമ്പാർ കിട്ടും, ചമ്മന്തി കിട്ടും. 2 ടൈപ്പ് ചമ്മന്തി, വെള്ള ചമ്മന്തി ആൻഡ് ചുമന്ന ചമ്മന്തി. ഏതാ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ചമ്മന്തി നല്ലോണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചമ്മന്തി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഉള്ള ചമ്മന്തി എനിക്ക് ഇഷ്ടം. സ്ഥിരം നമ്മൾ വണ്ടി നിർത്തിയതിന് ശേഷം അച്ഛൻ ഇങ്ങനെ പോകും, വണ്ടി ലോക്കിട്ടൊന്ന് ഒന്നുകൂടെ നോക്കാനായിട്ട്. അയ്യോ, എല്ലാ വീട്ടിലും ഇതുണ്ടോ? ഇതൊന്ന് പറയണം കേട്ടോ, ആരെങ്കിലും കമന്റ്സിൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കോളേജ് ജംഗ്ഷനിലുള്ള വെജ്വേയിൽ വന്നു. അപ്പോൾ മസാല ദോശ കഴിക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പം നല്ല ഫുഡായിരുന്നു. യെസ് യെസ്. നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. ഞങ്ങൾ ജസ്റ്റ് മിസ് ഒരു മിനിറ്റ് ലേറ്റ് ആക്കി അവൻ ഇടിച്ചത്. അവൻ അങ്ങോട്ട് പാസ് ചെയ്തത് നമ്മൾ വളച്ചു, കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കില്ല. അപ്പൊ നമ്മള് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നോണ്ട് വേറെ വണ്ടി വരത്തില്ല എന്നുള്ളതല്ലേ നമ്മുടെ ചിന്ത. ബൈക്കിൽ നിന്ന് വൈകിട്ട് വിളിക്കാൻ വന്നപ്പോഴേ ആ ബസ്സാപ്പിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലോറിക്കാരെ ചെറിയ മിനി ലോറി കൊച്ചു ഡമ്മാണത്, അത് അമ്മാരെ എടുത്തോണ്ടെങ്കിൽ പോരുന്നു, ചേർത്ത് എടുത്തോണ്ട്. മനസ്സിലായോ? അത് റോങ് സൈഡ് ഭയങ്കര ഇത്. നമ്മളിപ്പോ സ്പീഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഉച്ചയ്ക്ക് തന്നെ ഞാൻ എണ്ണ മേടിക്കാൻ വന്ന് രാലോട്ട് കടയുടെ മുന്നിൽ വളച്ച് കടലോട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരുത്തം കൊണ്ടുവന്നായിരുന്നു സൈക്കിൾ. ഇന്നലെ DDRC ഇറക്കാൻ പോകുന്നു. അപ്പൊ എന്റെ വണ്ടിയുടെ പിറകെ ഒരു വണ്ടി കിടക്കുന്നു. അയാളത്ത് പറഞ്ഞ് മാറ്റി പുറകോട്ട് മാറ്റി ഞാൻ റിവേഴ്സ് എടുത്ത് വേറെ സ്ഥലം അപ്പുറത്ത് ഇപ്പുറം എല്ലാം വണ്ടി എടുക്കുക. അതിന്റെ ഇടയിൽ കൂടെ റിവേഴ്സ് എടുത്ത് ഒരു ആട്ടോഷക്കാരൻ വെളിയിൽ നിന്ന് വന്നിട്ടേ ആട്ടോഷക്കാരൻ വെളിയിൽ നിന്ന് വന്ന് ഈ വണ്ടി തിരിക്കുന്നത് അവൻ കണ്ടോണ്ടിരിക്കുക. വേറൊരു വണ്ടി വെളിയിൽ കിടക്കുന്നു, കയറാൻ കിടക്കുന്നു. ഞാൻ വണ്ടി റിവേഴ്സിൽ തിരിക്കാൻ നിൽക്കുന്നു. അവൻ ഓടിച്ചോണ്ടും കയറ്റിയും ഒരു കൊണ്ടുവന്നു. നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതില്ല. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെണ്ണ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ആ ആളാണ് ദാ ഇത്. നമ്മൾ എപ്പോഴും വെണ്ണ വാങ്ങിച്ചുകൊണ്ടിരുമ്പോഴത്തേക്കും ഈ ഒരു ടേബിളിന്റെ മുകളിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ആൾ ഈ ടേബിളിന്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ടേബിളിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നത്. ഇനി ഇവിടുന്ന് മാറത്തില്ല കേട്ടോ, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇതാ കണ്ടില്ലേ, കയറി നിൽക്കുന്നു. ഇനി ഓരോരുത്തരും വന്ന് വെണ്ണ കഴിക്കാൻ നേരത്തെ റൂബിയുടെ പങ്ക് കറക്റ്റ് ആയിട്ട് അവൾക്ക് കിട്ടിയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പം അവള് രാത്രി വരെ വേണമെങ്കിൽ ഇരിക്കും. ഇതാ ഇപ്പൊ അച്ഛൻ കഴിച്ചിട്ട് അച്ഛന്റെ പങ്ക് കൊടുക്കുകയാണ്. ഇത് കഴിച്ചു തീർന്നാൽ ഉടനെ ബാക്കിയുള്ളവരെ നോക്കും. എന്നിട്ട് എന്തിയെ എന്റെ വെണ്ണ എന്നുള്ള രീതിയിൽ നാക്കൊക്കെ ഇങ്ങനെ തുടച്ച് കാണിക്കും. ഇതാ കണ്ട എന്നെ നോക്കുന്നത്. അയ്യോ, ആ മുഖത്ത് ചിരിയുണ്ട. ചേച്ചി വെണ്ണ കുഞ്ഞിന് വെണ്ണ വേണോ? വേണമെങ്കിൽ അവിടെ നിൽക്കി, അല്ലെന്നുണ്ടെങ്കിൽ പൊക്കോ. ആ കണ്ട എന്തൊരു അനുസരണം.
ആദ്യം ചേച്ചി കഴിക്കട്ടെ, എന്നിട്ട് മക്കൾക്ക് തരാവേ. ആ ചേച്ചി ആദ്യം. ചേച്ചി കഴിച്ചിട്ട് മകൾക്ക് തരും, വിഷമിക്കണ്ട. ഞാൻ നക്കി കാണിക്കണ്ട, മനസ്സിലായി? എണ്ണക്കാന്ന് മനസ്സിലായി. ഏണോ ഏണോ? അയ്യോ, എന്നാ ഇതും കൂടെ നോക്കിക്കോ. സന്തോഷായ? കണ്ട, കഴിഞ്ഞു പോകും, ഇനി വേണ്ട. അപ്പൊ നമ്മള് വീട്ടിലെത്തി. വരൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചുറ്റുവിളക്കൊക്കെ നല്ലോണം നടന്നു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ അല്ലേ വീഡിയോ? ഭയങ്കര ടയേർഡാണ് ഗൈസ്. അപ്പോൾ ഇനി കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് ഉണ്ട്, പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ബോർഡ് എക്സാം ഉള്ള ഒരാളായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് കാണാൻ ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.